അപ്പം ഇതാണ് നമ്മുടെ തലശ്ശേരിയിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലവർ ഷോ. എന്താ നമ്മൾ ഉള്ളിൽ കയറി. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടായിരുന്നു കയറിയത്, കണ്ണൂരൊക്കെ വരുന്ന പോലെ. പക്ഷേ എക്സ്പെക്റ്റേഷനൊക്കെ വെറുതെ ആയിപ്പോയി, കാരണം അത്ര പോരായിരുന്നു ഫ്ലവർ ഷോ. കാരണം ലാസ്റ്റ് ഡേയും ആണ് പോയത്, അതും ഒരു നെഗറ്റീവായിരുന്നു. കാരണം ലാസ്റ്റ് ഡേ പോയിട്ട് ചെടിയൊക്കെ അത്യാവശ്യം ഉണങ്ങി കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ കുറേയൊക്കെ പോയായിരുന്നേ, സെയിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ചെറിയ സ്പേസിലായിരുന്നു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂരൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ വളരെ വൈഡ് റേഞ്ച്, എന്താ പറയുക, അത്രയും വലിയ സ്പേസിലായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കുഞ്ഞതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തലശ്ശേരി ഫ്ലവർ ഷോക്ക് വരുന്നത്. അമ്മ, ചേച്ചി, ചേട്ടൻ, ഞങ്ങൾ ഒരു 4 പേരായിരുന്നു വന്നത്. പിന്നെ ഈ പൂമ്പാറ്റനെ എനിക്കിഷ്ടമായേ. അങ്ങനെ കുറച്ച് പീകോക്ക്, ബട്ടർഫ്ലൈ, പിന്നെ ഇതൊക്കെ കോമൺ ആയിട്ട് എൻ്റെ വീട്ടിലൊക്കെ ഉള്ള ചെടി തന്നെയാണ്. മേരി ഗോൾഡ് ഉണ്ട്, പട്ടാണി ഉണ്ട്, പിന്നെ ഇൻഡോർ വെക്കുന്ന ചെടികളുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, പൈസക്കൊന്നും വലിയ കുറവൊന്നും തോന്നിയില്ല. എല്ലാം ഫിക്സഡ് റേറ്റ് പോലെ തന്നെ ആയിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നല്ലില്ല, വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നന്നാവുകയില്ല. വിചാരിച്ച അത്ര ഉഷാറും ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെ കുറേ ഡയലിയൊക്കെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ ആക്ച്വലി വയനാട് പോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കുറച്ച് കൂടുതൽ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇവരിങ്ങനെ ലോണൊക്കെ കൊടുത്ത് ചെറിയ ഡെക്കറേഷൻ, ഈ ഡോൾഫിനെയൊക്കെ കണ്ടോ നിങ്ങൾ, കുഞ്ഞ് ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് നന്നായിരുന്നു. പിന്നെ ചെറിയൊരു സ്പേസിൽ ഇതുപോലെ ഒരു ഫേർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊക്കെ അത് നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മയാണ് ഇത് നടന്ന ചെടി നോക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സിൽ എന്താ പറയുക, കുറ്റി കുരുമുളക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടോ, ആന്തൂറിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ ഒരു ചെടി ഇതുണ്ടായിരുന്നു. 120 റേറ്റിനൊന്നും ഒരു കുറവില്ല. അത് അതിൻ്റെ യെല്ലോ കളറിന് 80 റുപ്പീസ് ആയിരുന്നു. പിന്നെ ചെമ്പരത്തി വെറൈറ്റീസ് ഉണ്ട്, അതിനൊക്കെ 200 ആയിരുന്നേ. പിന്നെ ഞാൻ അവിടെ ഒരു നല്ല അടിപൊളി എക്സോറ ചെടി കണ്ടായിരുന്നേ, ബുഷായിട്ട് കുഞ്ഞ് സൈസ് ചെറുതാണ്, യെല്ലോ കളർ. അതിന് 300, ആ കാണുന്ന യെല്ലോ ടേബിൾ മേലുണ്ട്. അപ്പം അതിന് 300 ആൻഡ് സംതിങ് ആയിരുന്നു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആ റേറ്റ് കേട്ടപ്പം എനിക്ക് മേടിക്കണം തോന്നിയില്ല, മേടിച്ചില്ല. ഉണ്ട് റേറ്റ്, പക്ഷെ അതിന് എനിക്കെന്തോ കുറച്ച് കൂടുതലായി തോന്നി. പിന്നെ ഇതുപോലത്തെ തോട്ടവാഴ, അങ്ങനത്തെ റോസസ് ഉണ്ട്, കുറേ കളർ റോസസ് ഉണ്ടായിരുന്നു. അപ്പം റോസ് വെറൈറ്റി ഒത്തിരി ഉണ്ടായിരുന്നു. ഓർക്കിഡ് റോസ് ഉണ്ടായിരുന്നു, വൈറ്റ് റോസ് ഉണ്ടായിരുന്നു, ബുഷ് പോലെ ആയിട്ട് വരുന്നത്. പിന്നെ അവർ നിൽക്കുന്ന ആ സൈഡിലായിരുന്നു ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്. പിന്നെ നമ്മുടെ കാക്കപ്പൂ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, തെങ്ങിൻ തൈ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ വെക്കുന്ന നമ്മുടെ ബൊക്കാസിലൊക്കെ വെക്കുന്ന പോലത്തെ, അതിനൊക്കെ 120 ആയിരുന്നു. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ അത്ര നന്നായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ഇവിടെ നന്നായിട്ട് പോയിട്ടൊക്കെ കാണാം. പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയൊക്കെ ചുറ്റിയിട്ട്, അപ്പം ഞാൻ ഈ പൂമ്പാറ്റൻ്റെ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഓക്കെ, ബൈ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ ടാറ്റ പറഞ്ഞിട്ട്, പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറം ഒരു ചായക്കടി ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ഫേമസ് ആയിരുന്നു. ആ ചേട്ടൻ ചിരിച്ചുകൊണ്ട് തരുന്നത് ഞാനൊരു ബ്ലോഗറാന്ന് അറിഞ്ഞിട്ടായിരുന്നു. അപ്പം ചായക്കട എന്ന പേര്, അത്യാവശ്യം എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും വന്ന് കണ്ടൻറ്റൊക്കെ ചെയ്തൊരു ചായക്കടയായിരുന്നു. ഫേമസ് ആയിട്ടുള്ള നല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മളിവിടെ ഒരു സ്പേസ് കിട്ടിയപ്പം ചേച്ചിയും ചേട്ടനൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വാട്ടർമെലൺ ജ്യൂസാണ് പറഞ്ഞത്. എനിക്ക് നല്ല ദാഹം ഉണ്ടായതുകൊണ്ട് ഹെവി ഒന്നും പറഞ്ഞില്ല. അപ്പം അടിപൊളിയായിരുന്നു. പിന്നെ കോഫി പറഞ്ഞായിരുന്നു അമ്മ, അപ്പോൾ അതിൽ നിന്ന് ഒരു സിപ്പ് എടുത്തു. പിന്നെ ചേട്ടൻ സ്ട്രോബെറി ഷേക്കായിരുന്നു പറഞ്ഞത്. ചേട്ടൻ ലേറ്റായി, ചേച്ചി ചിക്കു ഷേക്കാണ്. എനിക്കതും ഇഷ്ടമായി, അതും അടിപൊളിയായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു സിപ്പ് എടുത്തു. അപ്പോൾ എല്ലാവരും യോടിക്കുകയാണ്. അപ്പം ചിക്കു ഷേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്, അത് ജസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്ട്രോബെറി നന്നായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ടാറ്റാ, ബൈ.